നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് അതിന്റെ പരിപൂർണമായിട്ടുള്ള വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിംഗിന്റെ മുഴുവൻ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്പറും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ദുഷ്ടശക്തികളിൽ നിന്നും ഒളിച്ചോടാൻ ഈ വ്യക്തി തയ്യാറല്ല. പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാൻ തന്നെയാണ് ഈ വ്യക്തി തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് വായിക്കാനായി പോകുന്നത്. തീർച്ചയായിട്ടും നമുക്കിവിടെ ഇന്നത്തെ വായനയിൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് പൂർവികരുടെ അനുഗ്രഹം തന്നെയാണ്. ഇവിടെ 4 ദിക്കുകളിലുള്ള അല്ലെങ്കിൽ ഈ വ്യക്തിയെ ചുറ്റിനും മൂടപ്പെട്ടിരിക്കുന്ന ദുഷ്ടശക്തികളെ കീറിമുറിച്ച് കളയാൻ പറ്റുന്ന രീതിയിലുള്ള ഊർജങ്ങളാണ് ഈ വ്യക്തിയുടെ അടുത്തേക്ക് സഹായത്തിനായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തീർത്തും ഈ വ്യക്തിയുടെ മുത്തശ്ശിമാരിൽ നിന്നുള്ള, അതായത് പൂർവികരായിട്ടുള്ള മുത്തശ്ശിമാരിൽ നിന്നുള്ള ഊർജമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചന്ദ്രന്റെ ആദ്യ പാദം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള അത്യപൂർവമായിട്ടുള്ള ശക്തികൾ രൂപപ്പെടുക തന്നെ ചെയ്യും. അത് ചിന്തകളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയിലേക്കും ഈ പ്രണയബന്ധത്തിലേക്കും വന്നുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ ഓരോ അറ്റാക്കിനെ കുറിച്ചുമായിരിക്കാം, അല്ലെങ്കിൽ ശത്രുക്കൾ ഓരോ രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ ഈ വ്യക്തിക്ക് അത് നേരിട്ടറിയുവാനായി സാധിക്കും. അങ്ങനെയുള്ള അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ചില പ്രത്യേക കഴിവുകൾ ഈ വ്യക്തിയിലേക്ക് രൂപപ്പെടുവാൻ പോകുന്നു. ഇവിടെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള സിദ്ധികൾ ലഭിക്കുന്നതോടുകൂടി അതൊരു പക്ഷേ ഇൻഡ്യൂഷൻ ക്ലിയർ ആകുന്നതായിരിക്കാം. ഒരു പക്ഷേ ഈ വ്യക്തി മന്ത്രോച്ചാരണങ്ങൾ അല്ലെങ്കിൽ ഉച്ചാടനങ്ങൾ, പ്രാർത്ഥനകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അതിലൂടെ ഈ വ്യക്തിക്ക് വളരെയധികം പൂർവികരുടെ അനുഗ്രഹവും അതുപോലെ തന്നെ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹവുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എയിലസിൽ പൂജിച്ചിട്ടോ തകിടോ അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രങ്ങളോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഈ വ്യക്തി ചെയ്യുന്നുണ്ടാകണം. സൂര്യോദയത്തിന് മുമ്പ് തൊട്ടേയുള്ള എന്തൊക്കെയോ പ്രാർത്ഥനകളൊക്കെയും ഈ വ്യക്തി ചെയ്യുന്നതായി നമുക്കിവിടെ കാണാം. തീർത്തും ഈ പ്രണയബന്ധത്തിൽ മാത്രമല്ല, ഈ വ്യക്തിയുടെ ജീവിതത്തിലെ ഉടനീളമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും പ്രൊട്ടക്ഷൻ നേടുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വ്യക്തി ഇത്തരത്തിൽ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഇവിടെ വളരെയധികം പോസിറ്റീവായിട്ടും വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി. ആദ്യമൊക്കെ ഒരു ബോധമില്ലാതെ, പറയുന്നത് പോലും കേൾക്കാൻ മനസ്സ് കാണിക്കാതെ, നിങ്ങളുടെ വാക്കുകളിൽ യാതൊരു തരത്തിലുമുള്ള അനുകമ്പയോ സ്നേഹമോ അല്ലെങ്കിൽ ഇമോഷണൽ പരമായിട്ടുള്ള ഫീലിങ്സോ ഒന്നും തന്നെ ഈ വ്യക്തി തരാൻ തയ്യാറല്ലായിരുന്നു. നിങ്ങളുടെ വാക്കുകൾക്ക് പോലും യാതൊരു തരത്തിലുള്ള വിലയും തരാതിരുന്ന ഈ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് വാല്യൂ തരാൻ തുടങ്ങിയിരിക്കുന്നു. ഈ പ്രണയബന്ധത്തിലെ കുറിച്ചിട്ട് കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷിക്കാൻ ഈ വ്യക്തി തയ്യാറാകുന്നു. ഈ പ്രണയബന്ധത്തിൽ നിന്നും ഒളിച്ചോടാനും ദുഷ്ടശക്തികളെ തോൽപ്പിക്കാതെ അവയിൽ നിന്നും ഒളിച്ചോടാൻ ഈ വ്യക്തിയെ യാതൊരു കാരണവശാലും ഇനി ലഭിക്കുകയില്ല. പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വരാൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ സമയം പ്രകാരം നോക്കുകയാണെങ്കിൽ പുതിയ തുടക്കങ്ങളെയും അതുപോലെ ട്രാൻസ്ഫോർമേഷൻ രൂപമാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ ചിന്താഗതികളിൽ, സംസാര രീതികളിൽ, തീരുമാനങ്ങളിൽ, ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനെ പറ്റിയിട്ടും ചർച്ച ചെയ്യുന്നതിനെ പറ്റിയിട്ടും എല്ലാത്തിലും വളരെയധികം പുതുമകൾ കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റത്തിലൂടെ വിധേയമാകുന്നത് നിങ്ങളുടെ സന്തോഷം തന്നെയാണ്. അപ്പോൾ നിങ്ങളെ സന്തോഷിക്കുക എന്നുള്ളതും നിങ്ങളെ സ്വന്തമാക്കി മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കേണ്ടത് ഈ വ്യക്തിയുടെ ആവശ്യം കൂടിയാണ് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം അറിവുകളുടെ ഉറവിടമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഈ വ്യക്തിയുടെ ചിന്താഗതികളിൽ വലിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവരേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് മറ്റു പലവരും വളരെ മോശപ്പെട്ട രീതിയിൽ ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് തന്നെയാണ്
ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു നിലപാടും അഭിപ്രായവും ഇഷ്ടവും ഇല്ലാതെ പോയത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് വ്യക്തമായും കാണാൻ സാധിക്കുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പേടിയെയും അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാര്യത്തെക്കുറിച്ചുള്ള ആശങ്കകളെയും എന്നേക്കുമായി മനസ്സിൽ നിന്നും തച്ചുടച്ച് കളയാനും നശിപ്പിച്ച് കളയാനും ഈ വ്യക്തി തയ്യാറാകുന്നു. വളരെയധികം സിദ്ധി കൈവരുന്ന അല്ലെങ്കിൽ പവർഫുൾ ആക്കി മാറ്റുന്ന തരത്തിലുള്ള മന്ത്രങ്ങൾ ഈ വ്യക്തി ചെയ്യുന്നതായി നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ യഥാർത്ഥ ഊർജം എന്താണോ, ധൈര്യം എന്താണോ, അതിനെ കണ്ടെത്തിക്കൊണ്ട് അതിനെ പരിപോഷിപ്പിച്ച് ഇംപ്രൂവ്മെന്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനാണ് ഇപ്പോൾ ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ കൊണ്ട് എന്താണ് സാധിക്കില്ല എന്ന് പറഞ്ഞ് മുദ്ര കുത്തിയത് ആ ഒരു കാര്യം തന്നെ ചെയ്യുവാൻ തയ്യാറാകുന്നു. തൻ്റെ ഇടത്തോടു കൂടി തന്നെ മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ള രൂപമാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുത്തശ്ശിമാരുടെയും പൂർവികരുടെയും എല്ലാം അനുഗ്രഹം ഈ വ്യക്തിയുടെ കൂടെ ഇപ്പോൾ ഉണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചത് കൊണ്ട് തന്നെ ആ തടസ്സങ്ങളിൽ മുങ്ങിക്കുളിച്ച് അല്ലെങ്കിൽ ആഴത്തിലേക്ക് മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ദേഷ്യം, വാശി, വൈരാഗ്യം, നിങ്ങളോട് താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ ദൂരേക്ക് പോവുക, നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരാതെ ദൂരേക്ക് പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന് യാതൊരു തരത്തിലുമുള്ള പ്രാധാന്യം നൽകാതെ ഇരിക്കുക, ഇത്തരം സാഹചര്യങ്ങളിലേക്കാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരുന്നത്. അതുമാത്രമല്ല, മൂങ്ങയുടെ സാന്നിധ്യം നമുക്ക് നല്ല രീതിയിൽ കാണാൻ കഴിയുന്നു. നിങ്ങൾ സന്ധ്യാനേരത്തോ അല്ലെങ്കിൽ നിങ്ങൾ അല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ മൂങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഇടയായാൽ തീർച്ചയായിട്ടും ശത്രുക്ഷയത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നും നിങ്ങളിലേക്ക് വരുവാൻ വേണ്ടിയിട്ടുള്ള പാത ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുമാണ് അതുകൊണ്ട് സൂചിപ്പിക്കേണ്ടത്. ഇവിടെ പലതരത്തിലുള്ള അസ്ത്രങ്ങൾ തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ് ശത്രുക്കൾ. പക്ഷെ അവയെല്ലാം കീറി മുറിച്ചുകൊണ്ട് മുഴുവനുമായിട്ട് നശിപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരു സ്വാതന്ത്ര്യം നേടുവാനാണ് ഈ വ്യക്തി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് നടന്നിട്ടുണ്ട്, ഒരുപാട് മോഹങ്ങൾ കൊണ്ട് നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും പൂർത്തീകരിക്കാനാവാതെ ഒരു ലജ്ജയോട് കൂടിയാണ് മറ്റുള്ളവരിൽ നിന്നുമുള്ള അവഗണനകൾ, അവഹേളിക്കൽ, നാണം കെടുത്തൽ, ഇതിലൂടെയാണ് ഈ വ്യക്തിയും നിങ്ങളും ഒരുപക്ഷെ ജീവിച്ചു പോന്നിട്ടുള്ളത്. ഇനി നിങ്ങളുടെ ടേൺ ആണ്. നിങ്ങളുടെ ജീവിതത്തിലേക്കാണ് ഇനി നീതിയും ന്യായവും കോടതിയും എല്ലാം വരാൻ പോകുന്നത്. നിങ്ങളുടെ ഭാഗത്താണ് ഇപ്പോൾ എല്ലാ അതീന്ദ്രിയ ശക്തികളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്. ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണ് വേണ്ടതെന്നും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നും ഈ വ്യക്തി തീരുമാനിക്കും. അത്തരം ഊർജത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും കാലചക്രം അനുകൂലമായി ഒരു അവസരം കൊടുക്കാതെ പോവുകയില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഈ ഒരു വായന, അതായത് ഈ ഒരു ഊർജം ഈ വ്യക്തിയിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ വ്യക്തി ഇത്രയും കാലം നിരീക്ഷിക്കുകയായിരുന്നു. കാരണം ആരൊക്കെയാണ് പ്രശ്നക്കാര്, ആരൊക്കെയാണ് നെഗറ്റീവായി നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ പരിപൂർണമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരേണ്ടതായിരുന്നു. ആ ഒരു തീരുമാനത്തിലേക്ക് ഈ പേഴ്സൺ എത്തിച്ചേർന്നിട്ടുമുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ വളരെയധികം പവറിലേക്കാണ് ഈ വ്യക്തി വരുന്നത്. ഉറപ്പായും ഇത് ആരുടെയൊക്കെ സഹായമില്ലാതെ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കഴിയുകയില്ല. തീർത്തും ഈ വ്യക്തിക്ക് അത്തരം സഹായങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാം. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജമാണ് നമുക്ക് ഇന്നത്തെ വായനയിലൂടെ ലഭിച്ചിട്ടുള്ളത്. പേടിയുണ്ടെങ്കിൽ അതിനെല്ലാം കത്തിച്ച് ചാരമാക്കി കളയുന്ന രീതിയിലേക്കാണ് ഈ വ്യക്തിയെ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഈ പ്രണയബന്ധത്തിൽ ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഈ വ്യക്തിയുടെ നെഞ്ചു കിടന്നിടിക്കുമായിരുന്നു, പേടി വരുമായിരുന്നു, പേടി സ്വപ്നങ്ങൾ ഈ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിലേക്കൊന്നും കീഴടങ്ങുവാനോ ഒന്നും ഈ വ്യക്തി തയ്യാറല്ല. ഇപ്പോൾ ഒരൊറ്റ വിഷമം മാത്രമേ ഈ വ്യക്തിക്കുള്ളൂ. നിങ്ങളുമായി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്ന് ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. അത് പരിഹരിക്കാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാകില്ല എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം
വളരെയധികം ജീവിതത്തിൽ രൂപമാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാനസികവും ശാരീരികവുമായിട്ട് ഈ വ്യക്തിക്ക് പോസിറ്റീവ് എനർജിയിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെ മാത്രമാണ്. നിങ്ങളോടുള്ള പ്രണയബന്ധത്തിലെ തീവ്രത നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ വ്യക്തിക്ക് ഇത്തരം ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വായനയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വളരെയധികം ഹൃദയഭേദകമായിട്ടും ഹൃദയം തകർന്നും എല്ലാ തരത്തിലുള്ള അഭിമാനവും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടും മറ്റുള്ളവരുടെ ലജ്ജയും അവഹേളനയും ഓടുകൂടി ജീവിക്കുന്ന 1000 ജന്മങ്ങളുണ്ട്. അവരുടെ ഊർജമാണ് എനിക്കിന്നിവിടെ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇനി വിധിയെ പഴിച്ചുകൊണ്ടും ശത്രുക്കളെ ഭയന്നും തോറ്റോടുവാൻ തയ്യാറല്ല. പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുന്ന ഒരു രീതിയാണ് എനിക്ക് ഈ വ്യക്തിയിലൂടെ ഇന്നത്തെ വായനയിലൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിന്റെ സ്നേഹം അനുഭവിക്കാൻ അർഹതയുള്ള വ്യക്തിയാണോ ഞാൻ? നിന്നെ ഞാൻ ഏതോ സാഹചര്യത്തിൽ തെറ്റിദ്ധരിച്ചു. ഈ 2 കാര്യങ്ങളാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഈ വ്യക്തി കുറ്റബോധം വരുന്നുണ്ട്. അതുപോലെ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ പോലും തുടങ്ങിയിടത്തുനിന്ന് നിർത്തിയിടത്തുനിന്ന് തന്നെ തുടങ്ങാം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.